ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Let's read from Judges chapter 5 verses 18 to 22. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ആദ്യം വായിക്കാം. സെബൂലൂൻ ഗ്രാമത്തിലെ ഫെലിസ്ത്യജനം നഫ്താലി പോർക്കുകളിൽ തന്നെ രാജാക്കന്മാർ വന്ന് കൊണ്ടു കാനാനിൽ വെച്ചു പെരിഫോവിലേക്ക് കനാന്യപുത്രന്മാർ വന്ന് കൊണ്ടു വെള്ളിയൊന്നും അവർക്ക് കൊള്ളാനില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കൊണ്ടു അവർ ശ്രീസലയുമായി സ്വാതന്ത്ര്യത്തിൽ കൊണ്ടു ഈശോട്ടോട് പുരാതനായി ഈശോട്ടോട് തള്ളിയെന്നവരെ ഒഴുകിക്കൊണ്ടുപോയി എൻ മനമേ നീ ബലത്തോട് നടകൊള്ളുക. അന്ന് വൽഗീത്തത്താൻ ശൂരവൽഗീത്തത്താൻ കുതിരപ്പുറമ്പുകൾ ഖനനം ചെയ്തു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ച പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ ബീഹാറിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്ത ഒരു ദേവദാസൻ കൊല്ലപ്പെടുവാനിടയായിരുന്നു. Just like we said in the prayer on Wednesday, there was a great man of God who was doing his ministry in Bihar and he was killed. തനിക്ക് 28 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. He was only 28 years old. തന്റെ മൂത്ത സഹോദരൻ കർത്താവിന്റെ വേലക്കാരനാണ്. And his younger brother is also in the vineyard of the Lord. തനിക്ക് ഭാര്യയുണ്ട്, 8 വയസ്സുള്ള ഒരു മകളുമുണ്ട്. He has a wife and an 8-year-old daughter. തന്റെ അമ്മ വിധവയാണ്. And his mother is a widow. അവിടെ ഒരു നല്ല സഭയിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസനാണ്. And this man was praising God in the church. They're ministering in the church there. ആ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. As soon as I heard that news, this is the portion that came to my heart. കഴിഞ്ഞ പല മാസങ്ങളായി ഇവിടെ ദേവദാസന്മാർ നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്ടറിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. In the past couple of weeks, we've been hearing from the servants of God on the fundamental truths of the Word of God. എന്നാൽ ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുവാൻ കാരണമായി തീരുന്നത് ആ പ്രിയപ്പെട്ടവന്റെ മരണമാണ്. But the reason why I have a message that is slightly different this morning is the death of that servant of God. നാം ഇന്ന് സ്വാതന്ത്ര്യമായി കർത്താവിനെ ഇവിടെ ആരാധിക്കുമ്പോൾ കഷ്ടങ്ങൾ കൂടി പ്രതികൂലങ്ങൾ കൂടി വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പലയിടങ്ങളിലുണ്ട്. When we worship God with freedom and truth in this country, there are many people who sacrifice and go through tribulation to worship the Lord. നമുക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ യഥാർത്ഥമായ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് മനസ്സിലാതിരിക്കുമ്പോൾ വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ലക്ഷങ്ങൾ ആ പുരോഗത്തിന്റെ മറ്റു വൻകരകൾ ഉണ്ട് എന്നുള്ളതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. When we have the freedom yet do not have the mind to worship God, be reminded this morning that there are many people in the parts of the earth that wants to praise God with a great price they pay in their lives. ന്യായാധിപന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരെ പറ്റി നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നു. When you learn and study from the book of Judges, you see many judges being raised up by God. യോശുവയുടെ കാലശേഷമായി അവർക്ക് രാജാവില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. And we see that it is written in the book of Judges that after the time of Joshua, there was a time when they did not have king. 13 പേർ ന്യായാധിപന്മാരായി അവരെ ന്യായപാലനം ചെയ്തതായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയും. We see that 13 were appointed as judges in the word of God. അതില് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പ്രവാചകിയായ ദെബോരയെ കൂടി ഉൾപ്പെടുത്തിയാണ് 13 പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. The 13 people that were counted includes Deborah. ഈ 4-ാം അധ്യായവും 5-ാം അധ്യായവും ഒരുമിച്ച് വായിക്കുമ്പോഴാണ് അവിടുത്തെ സംഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. And when you study from chapter 4 and chapter 5 is when you understand about this incident. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം പാപത്തെ ശിക്ഷിക്കുമെന്നും അതോടുകൂടെ തന്നെ അനുഭവിക്കുന്നവരോട് ദൈവം കരുണ കാണിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് The കഴിയുന്നത്. nutshell of this chapter is the fact that God will punish those who do sin unto Him, and God will show mercy unto those who cry unto Him. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് 7 പ്രാവശ്യം ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. When you study the book of Judges, you see that 7 times Israel forsook their Lord. ആ 7 പ്രാവശ്യവും ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. And we also see that all these 7 times the Lord led them into the hands of the enemy. എന്നാൽ 7 പ്രാവശ്യം ദൈവത്തോട് നിലവിളിപ്പാനിടയായി. But 7 times they cried out unto their Lord. ആ 7 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥന കേട്ട് അവരെ വിടുവിപ്പാനിടയായി പുസ്തകത്തിൽ വായിക്കാൻ
And you see that they're coming to attack them as she's leading them. ആ സിസര അവന്റെ രഥങ്ങളുമായി കടന്നുപോയി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാനായി കടന്നുവെന്ന് വായിക്കുന്നു. You see that these 900 chariots, they come together for a war with them. നാം ദെബോരയോട് കാലോചന കൊടുത്തിട്ട് എപ്രകാരമാണ് യുദ്ധം ചെയ്യുന്നുള്ള കാര്യം അവരോട് അറിയിക്കുകയാണ്. Deborah counseled with them and instructed them how you should fight. ആ പ്രവാചകന്മാരെന്നും പ്രവാചകന്മാരെന്നും പറയുമ്പോൾ ചിലർക്കൊക്കെ വളരെ അലർജിയാണ്. And some people don't like the word prophet or prophetess. ആ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട് പ്രവചനം തുച്ഛീകരിക്കരുതെന്ന്. And the word of the Lord says that do not forsake what the prophet said. സകലവും ശോധന ചെയ്ത് നല്ലത് തിരഞ്ഞെടുക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം. The word of the Lord says understand the prophecy and take what is good. നാം കേൾക്കുന്ന പ്രവചനം ദൈവത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നാം ശോധന ചെയ്ത് തിരഞ്ഞെടുക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം The പറയുന്നത്. word of the Lord says examine the prophecy that you hear and take what is good from it. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവം ഉണ്ടായി. Last February there was an incident in my life. ക്രിസ്മസ് ഗിഫ്റ്റായി എനിക്കൊരു GPS ലഭിക്കാൻ ഇടയായിട്ടുണ്ട്. So last year as a Christmas gift somebody gave me a GPS. ഞങ്ങൾക്ക് ഫെബ്രുവരിയില് വാഷിംഗ്ടൺ DC-യിലുള്ള ഒരു സ്ഥലത്ത് ഒരു കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്നതായിട്ട് ആവശ്യം വന്നു. We had the need to go and visit a family in Washington DC. ഞാൻ GPS അഡ്രസ് ഒക്കെ ഇട്ടെങ്കിലും ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So I got this great gift, so I took my GPS and I traveled to Washington DC. വളരെ സ്നോ പെയ്ത് കിടക്കുന്ന സമയമാണ്. It is the time that there was great snow on the road. ഞങ്ങളിങ്ങനെ 95 കൂടെ യാത്ര ചെയ്യുകയാണ്. And we are traveling on I-95. GPS പറഞ്ഞു മുമ്പിൽ വളരെ ട്രാഫിക് ഉണ്ട്, അതുകൊണ്ട് ഡൈവേർട്ട് ചെയ്ത് പോകണം. The GPS said that there was a traffic jam ahead, so take a D road. ഞങ്ങൾ പറഞ്ഞ വഴിയെ തന്നെ പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. But we took the road that we thought. പോയതൊക്കെ ഈ വഴി കൊണ്ടുപോകണൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന ചെറിയ സ്ട്രീറ്റിന്റെ അടുത്തുകൂടെയൊക്കെയാണ് കൊണ്ടുപോയത്. So this diversion happened to be through the inroads that people lived in. സ്നോ ഒക്കെ കിടക്കുന്നോണ്ട് ഒരു കാറിന് പോലും വളരെ പ്രയാസകരമായി പോകാവുന്ന വഴിയെ കൂടെ നമുക്ക് യാത്ര ചെയ്യണമായിട്ട് വന്നു. And due to the heavy snow, we couldn't travel through many of the roads that are many of the side ചില roads. സമയം കഴിഞ്ഞതിന് ശേഷമായി ഞങ്ങൾക്ക് തിരിച്ചു വരുവാനായിട്ട് And ഇടയായിട്ടുണ്ട്. after a little while, we came back to 95. ഞാൻ അതിനുശേഷം ഒരു കാര്യം മനസ്സിലാക്കി. After that, I understood one thing. എത്ര നല്ല GPS ആണ് കയ്യിലിരിക്കുന്നതെന്ന് No വെച്ചാൽ matter how good the GPS that I have with me, അതിനുശേഷം മാർക്കോസ്റ്റിൽ പോയ ഒരു ഹാർഡ് കോപ്പി എടുത്തുകൊണ്ട് ഞാൻ പലത് യാത്ര ചെയ്യാറുണ്ട്. and I usually take a hard copy from a map first before I travel. ഞാൻ എന്റെ കാര്യം പറയുന്നത് നിങ്ങളെ ഇത് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. I don't think that you need to understand what I'm trying to say. This is my thing. My experience. പ്രവാചകനോ പ്രവാചക എന്ത് തന്നെ പറഞ്ഞാലും Regardless of what the prophet or prophetess said, ഞാൻ അതിനെ GPS പോലെ കണക്കാക്കുന്നത്. I consider that as a GPS. എന്നാൽ എന്റെ സംശയം തീർക്കാനായിട്ട് ഞാൻ എപ്പോഴും മാർക്കോസ്റ്റിൽ പോയി ഒരു ഹാർഡ് കോപ്പി എടുത്തുകൊണ്ട് യാത്ര ചെയ്യും. But I always go into the Word of God. That is my map first before I take a hard copy along with me. ദൈവത്തിന്റെ വചനം നിനക്ക് സ്ഥിരമായി നിൽക്കുന്ന ആലോചന ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അതാണ് എന്റെ ജീവിതത്തിൽ. Dear child of God, there is a strong counsel for you in the Word of God. Stand for a minute. നിനക്ക് എപ്പോഴും ആലോചന നടത്തുന്ന ദൈവത്തിന്റെ വചനമാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. I thank God because of the Word of God that counsels us day and night. അതുകൊണ്ട് പ്രവചനം തുച്ഛീകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. Therefore, I'm not saying that forsake the prophecy that you hear. ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഇതുവരെ ആലോചന നടത്തിയിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. I thank God for the great saints of God who spoke through them with the Word of God. ഇവിടെ ദെബോര അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. We see that Deborah counsels with them. 4-ാം അധ്യായത്തിൽ അവിടെ നടക്കുന്ന യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. And in chapter 4 talks about the war that takes place. ഈ വിഷയം പറയണമെങ്കിൽ മുഹമ്മദ് പറയാൻ പോലും മുമ്പിൽ സമയമില്ല. And to just put this forward in front of you, I don't have time for the introduction of the story. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ Well, let's go to chapter 5. 5-ാം അധ്യായത്തിൽ ദെബോരയും കൂട്ടുകാരും കൂടെ ഒരു പാട്ട് പാടുന്നുണ്ട്. Now you see that Deborah and the people along with her are singing a song. ആ യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷമായി അവർ പാട്ട് പാടുകയാണ്. As a result of winning the war that was in front of them, they're singing a song. യുദ്ധത്തിൽ ജയിച്ചതിന് ശേഷമായി അവർ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. Now they're victorious and they're singing and praising God. ദൈവത്തിന്റെ വചനം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമ്പോൾ നീ സ്തോത്രം ചെയ്യുന്നതായി Oh, when you get results, when you get answers to the prayer that you pray in your
few more other people. ആ 15-ാം വാക്യത്തിൽ പ്രകാരമാണ് വായിക്കുന്നത്. Verses 15. ഇസ്സാഖാർ പ്രഭുക്കന്മാർ ദബോരിയോടുകൂടെ ഇസ്സാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. The princes of Issachar was with Deborah. Yes, Issachar was with Barak, marching after him into the valley. അവർ ആ യുദ്ധത്തിന് വേണ്ടി ചാടി പുറപ്പെടുന്നതായിട്ട് വായിക്കുന്നു. You see that they are going ahead with great zealousness into the war. അടുത്ത വാക്യം വായിക്കുമ്പോൾ മറ്റൊരു ഗോത്രത്തെ പറ്റിയാണ് പറയുന്നത്. You talk about a different group of people in the next verse. ആ രൂപേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. And you see that in the districts of Reuben was much searching of the heart. ഇവിടെ യുദ്ധം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ രൂപേനും വലിയ മനോനിർണയങ്ങൾ ഉണ്ടായി. And you see that there was great searching of the heart that happened to Reuben when he heard that there was a ആ war. യുദ്ധത്തിന് പോകണമെന്നുള്ള താല്പര്യം അവന്റെ ഹൃദയത്തിലുണ്ടായി. Even in his heart, he wanted to go to that war. എന്നാൽ അടുത്ത വാക്യം വായിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തതെന്ന് വായിക്കുന്നുണ്ട്. And in the next verse, it talks about what he did. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൊന്നു കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ന്. Why did you stand on the campfire to hear the whistling of the flock? ആ രൂപേന് യുദ്ധത്തിന് പോകണമെന്നുള്ള താല്പര്യമുണ്ട്. Reuben wanted to go for the war, എന്നാൽ പാർക്കുന്നത് ആട്ടിൻകൂട്ടങ്ങൾക്കരികെയാണ്. but he stays among the flock. വലിയ മനോനിർണയമുണ്ടായെന്ന് വായിക്കുന്നുണ്ട്. And you see that there was a great searching of the heart that he did. തീരുമാനമൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. Oh, he wants to take great decisions. എന്നാൽ ആടുകളുടെ കൂട്ടത്തിനടുക്കുന്ന പോകുവാനായിട്ട് കഴിയില്ല. But he did not want to lead the flock away. ദാസൻ കാനവച്ചം പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. Dear Pastor Kanavachan said something like this. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. And he said something like this. ചിലരുടെ മാനസാന്തരം എന്ന് പറയുന്നത് മരണവീട്ടിലെ മാനസാന്തരമാണ്. And some people, they came to salvation. It's just like how they come to salvation in the death house. ആരെങ്കിലും മരണവീട്ടിൽ പോയി കഴിയുമ്പോൾ When you go to a house that has experienced death, ഹൃദയത്തിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകും. there's a certain change that happens to the heart. ഒരു തീരുമാനമെടുക്കും. That day you take a decision. ഇനി ആരുടെ അതിന് മാന്തരുത്. And I'm not going to borrow my neighbor's boundary. ആരെയും ഉപദ്രവിക്കരുത്. I'm not going to quarrel with anybody. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. I want to do more for the Lord. അവരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുത്. I don't want to get myself involved in something. അങ്ങനെ തീരുമാനമൊക്കെ എടുക്കും. I take a lot of decisions. അടക്കം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ After the burial service is over, ആവശ്യമായതെല്ലാം പോയി. all the decision goes away. അതുപോലെ രൂപേന്റെ കാര്യം ഇവിടെ This പറഞ്ഞത്. is what happens to Reuben. അവൻ വലിയ മനോനിർണയമുണ്ടായി. Oh, he had a great searching of his heart. എന്നാലും പിന്നെയും അവിടെ തന്നെ പാർക്കുകയാണ്. Then again, he stayed with this flock. Praise the Lord. Hallelujah. അടുത്ത വാക്യം വായിക്കുന്നത് The next verse. ഗിലെയാദ് യോർദാൻ അക്കരെ പാർത്തു. Gilead stayed beyond Jordan. ഇവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. Here there's a great war that goes on. ആയിരം ഇരുമ്പരങ്ങളുമായി ശത്രു വന്നിരിക്കുകയാണ്. Oh, with great chariots, the evil one is approaching. എന്നാൽ ഗിലെയാദ് അതൊന്നും വിഷയമല്ല. But Gilead didn't take care of അവൻ anything. യോർദാൻ അക്കരെയാ He പാർത്തത്. wanted to stay across of Jordan. അവർക്ക് പറയാനുള്ളത് ഈ യോർദാനൊക്കെ കടന്നു വന്ന് എന്ത് പ്രയാസമെന്നറിയാമോ? Even Gilead is saying that do you know how hard it is to cross Jordan? ഞങ്ങൾ ഇവിടെ വരുന്നില്ലെന്ന് അവർ Therefore, പറയുന്നത്. I'm not crossing Jordan. അടുത്ത കൂട്ടരെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ If you talk about the next person, ദാൻ കപ്പലുകൾക്കതിരെ അരികെ താമസിക്കുന്നതെന്ന്. and Dan, why are you lingering by the ships? ദാനിന്റെ വിഷയമെല്ലാം ബിസിനസ്സാണ്. And Dan was involved in business in his life. എപ്പോഴാ കപ്പൽ വരുന്നതാണ് അവന് ചിന്ത. Oh, he cares about when the ship is going to എപ്പോഴാ arrive. കപ്പലിലെ ചരക്ക് അൺലോഡ് ചെയ്യുന്നതാണ് വിഷയം. He wants to know when the load is going to be ഇവിടെ unloaded. ഒരു കൂട്ടർ വലിയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ Oh, there's a great war on this side. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുകയാണ്. Dan is right next to the ship waiting for it. മറ്റൊരു കൂട്ടരെ കാണുന്നത് You read about another people. ആശയം സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. Asher remained in the coast and stayed in his cave. പുറമുകൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. And he stayed in the coast. ഞാൻ എല്ലാ വിഷയത്തിലേക്ക് മടങ്ങി വരാൻ സമയമില്ല. I don't have time to go through this in detail. ഇങ്ങനെയുള്ള അനേക ഗോത്രങ്ങളെ അവിടെ And കാണുന്നു. we see such different groups of people. യോർദാൻ അക്കരെ ഒരു കൂട്ടർ പാർക്കുമ്പോൾ Or one group of people that cross Jordan. തീരുമാനമെടുത്തിട്ട് അത് ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരായ രൂപനായിരിക്കുമ്പോൾ Or a group of people with Reuben who had took the decision but they cannot stand ഒരു firm. കൂട്ടർ അനങ്ങാതിരിക്കുമ്പോൾ A group of people who cannot do anything else. അടുത്ത വാക്യം വായിക്കുന്ന മറ്റു രണ്ട് കൂട്ടരെ പറ്റിയാണ്. We talk about two other group of people in the next few words. സെബൂലോൻ പ്രാണനെ ത്യജിച്ച ജനം. And you see the people of Zebulun, they risk their very lives. അവർ നപ്താലി പോർക്കള മേടുകളിൽ തന്നെ And in the heights of Naphtali, in the fields of the heights, ദൈവം നിന്നെ വിളിച്ചത് വേർതിരിച്ചത് ഒരു സാമാന്യ മര്യാദക്കാരനായിട്ടല്ല. the child of God separated and called you up, not just to have a simple Christian life. രൂപന്റെയും ഗാദിന്റെയും പട്ടികയുടെയും പേര് ചേർക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. It is not so that your name might be written inside the book of Reuben and Dan. സെബൂലോൻ പ്രാണനെ ത്യജിച്ച ജനം. Zebulun risked their own lives. നപ്താലി പോർക്കള മേടുകളിൽ തന്നെ And in the heights of the field of Naphtali. ഇന്ത്യയുടെ ഭൂമിയിൽ കർത്താവിന് വേണ്ടി വിലയർപ്പിക്കാൻ കഴിവുള്ളവരായി അനേകർ മുമ്പോട്ട് വരുമ്പോൾ When many people come before God on this earth for His kingdom. നാം സമാധാനത്തോടെ
technology will not work. നിന്റെ പഞ്ചവത്സര പദ്ധതിയോട് Your വിലപ്പോകത്തില്ല. education will not work. ആ ഒരു ഡിബേറ്റ് ഒന്നോട് വിലപ്പോകത്തില്ല. And your debate will not work there. ശത്രുവിനോട് ജയമെടുക്കണമെങ്കിൽ ആരാധന മാത്രമാണ്. If you need to have victory over your enemy, you need to have the worship of the Holy Spirit. നിന്നെ നിന്റെ കുടുംബത്തെ ഇല്ലായ്മയാക്കുവാൻ കടന്നു വരുന്ന 9,000 രഥങ്ങളുടെ മുമ്പിൽ In front of the 900 chariots who wants to destroy you and your family. ദൈവത്തിന്റെ സഭയെ ഇല്ലായ്മയാക്കുവാൻ കടന്നു വരുന്ന ശത്രുവിന്റെ മുമ്പിൽ Or in front of the enemy that wants to destroy the church of God. നിന്റെ ബുദ്ധിയുടെ പ്രമാണം അവിടെ വിലപ്പോകില്ലെന്ന് ഓർക്കട്ടെ. Oh, your wisdom will not be of value there. ഒരു കാര്യം മാത്രമേ വിലപ്പോകുകയുള്ളൂ. There is only one thing of value that is there. കുടിച്ച നൃത്തം ചെയ്തവർക്ക് ആരാധിക്കുന്ന ദൈവത്തിന്റെ Oh, there will be a big group of people who get up and worship God. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത ദൈവത്തിന്റെ ദൂതന്മാർ There are angels of God who comes down and will fight the war for them. അവരാണ് വിജയമെടുക്കുവാൻ കഴിയുന്നത്. They are the ones that will be ആ victorious. വിജയം കണ്ടപ്പോഴാണ് ദെബോരയ്ക്ക് പാട്ടുപാടുവാനായിട്ട് വന്നത്. It is after seeing that victory is when Deborah started singing songs. നമുക്ക് ആവശ്യമായിരിക്കുന്ന ഇന്ന് പകൽക്കാലം മറ്റൊന്നല്ല. What we need this morning is not anything else. ആത്മാവുള്ള ആരാധനയാണ് ഞങ്ങൾ വേണ്ടിയാകെ. Oh, we need a worship of the Holy Spirit. ആ അങ്ങനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനാണ് ഞങ്ങൾ മുന്നിൽ തരുവാനായിട്ട്. And God is victorious to those who worship Him like that. ദൈവനാമം നന്ദിയോടെ സ്തോത്രം May His ചെയ്യുന്നു. blessed name be ഒരു glorified. പാട്ട് ഞാൻ ഇപ്രകാരം ഓർക്കുന്നുണ്ട്. I sing a song, I remember a song like this. കഥാവിടെ ആശ്രമി മാത്യുവിന്റെ അമ്മ എഴുതിയൊരു പാട്ടാണ്. And it is a song written by Pastor Lassie Matthew's mother. അവരെ കഥാവിന്റെ പേരുടെ മുഖത്ത് മുമ്പോട്ട് വളർച്ച പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ When they were going through great tribulation in the ministry of the Lord. ആശ്രമി മാത്യുവിന്റെ സഹോദരങ്ങളൊക്കെ സ്കൂളിൽ കടന്നു പോകുമ്പോൾ And when Pastor Lassie Matthew and his brothers were going to school. അവര് മടങ്ങി വരുമ്പോൾ ഉച്ചയ്ക്ക് പോലും ഭക്ഷണമില്ലാത്തവരായിരിക്കുന്ന സമയത്ത് Many times when they come back, they did not have food to eat. തന്റെ അമ്മയായ കഥാവിന്റെ സമയത്ത് ശ്രമിക്കുന്ന സഹോദരി അന്നമ്മ മാത്യു The great late Anna Matthew, his mother, ഒരു പാട്ട് പ്രകാരം എഴുതുവാനൊക്കെ നമ്മുടെ wrote a song like this. ഒരിക്കലത്തിൽ നാം പൊരുതു ഗതീരരായി യേശുവിൻ നാമം അറിയുന്നു. And we'll fight in this world for the name of the Lord until He's coming ആ back. കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് പ്രകാരം ചോദിച്ചു. She showed that song to the children and said like this. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായി കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പാട്ടാണ് കാണിക്കുന്നത്. And when she came to the hungry kids sitting in front of her, she's showing the song instead of ആ അമ്മയ്ക്ക് വായിക്കേൽപ്പിച്ച് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും യേശുവിന്റെ പാതയെ ഞാൻ ഓടും. the mother shows her kids like this. When there are great tribulations, I'll still run after Jesus Christ. Praise the Lord. Hallelujah. ഐക്യമായി നിന്ന് നാം വേല ചെയ്താൽ ശത്രുവിന്റെ കോട്ടകളെ ഇടിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കും. United we stand and we do the work of the Lord. We can destroy the great walls of the evil ഞാൻ one. വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. That's all my words here. ദൈവമക്കളെ, നമുക്ക് വിജയം ലഭിക്കാൻ ഒറ്റ ഒരു മാർഗ്ഗമേ The ഉള്ളൂ. children of God, if you need to be victorious, there's only one നമ്മുടെ way. ബുദ്ധിയോടൊന്നും നമുക്ക് വിജയം ലഭിക്കത്തില്ല. Not in your own knowledge and wisdom. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഒരു വിജയം It ലഭിക്കത്തില്ല. is not because of your might. നമ്മുടെ കമ്മിറ്റിയുടെ ശ്രേഷ്ഠത കൊണ്ട് വിജയം ലഭിക്കത്തില്ല. It is not because of the greatness of your committee. നമുക്കുള്ള അജണ്ട കൊണ്ടൊന്നും വിജയം It ലഭിക്കത്തില്ല. is not because of the agendas that you have. ഈ വിഷയത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ ഒരു വാക്യം മാത്രമേ If you ഉള്ളൂ. need to be victorious spiritually, there's only one way. പിശാചിനോട് ജയിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ If you ഉള്ളൂ. need to be victorious against the devil, there is only one ഹല്ലേലൂയ. way. ആരാധന മാത്രമാണ് You need to have a spiritual worship in your life. ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. Lord wants us to worship Him in spirit and truth. മാതാവേ പിതാവേ നീ കർത്താവിനെ ആരാധിക്കുന്നു. Your father and mother, when you worship God. സഹോദര സഹോദരി നീ കർത്താവിനെ ആരാധിക്കുന്നു. Brother and sister, when you worship God. നിന്നോട് ചേരുന്ന കുഞ്ഞുങ്ങളെ നീ കർത്താവിനെ ആരാധിക്കാനിടയാകും. And let your children worship along with you. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനിടയാകും. And let us always worship together with the അങ്ങനെ Lord. ശത്രുവിന്റെ മേൽ കീഴ്പിടിക്കുവാൻ നമുക്കിടയാകും. And in turn, let us have victory over the devil. ദൈവമായ